UAE നടന്ന ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ 35 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി UAEക്ക് വേണ്ടി 27 പേരെ വിജയിപ്പിച്ചുകൊണ്ട് വെട്ടിത്തിളങ്ങി നിന്ന ഒരു മലയാളിയുണ്ട്. തൃശ്ശൂർ മതിലകം സ്വദേശി നിബി മനോഹരൻ. തീർച്ചയായും വലിയ അഭിമാനമാണ്. നിബി നമുക്കൊപ്പം ചേരുന്നു. ആദ്യം വലിയ സന്തോഷവും അതോടൊപ്പം കൺഗ്രാറ്റുലേഷൻസ്. ഇത്രയധികം കുട്ടികളെ പങ്കെടുപ്പിക്കുക, ഇതിൽ മത്സരത്തിൽ വിജയിക്കുക. ആദ്യം എന്താണ് ഈ സാധാരണ നമ്മൾ ചെയ്യുന്ന യോഗയും ഈ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമ്പോൾ കാഴ്ചവെക്കുന്ന ആ യോഗയും തമ്മിലുള്ള വ്യത്യാസം? നോർമൽ യോഗ പോലെയല്ല ഇത്. യോഗാസന ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇത് കംപ്ലീറ്റ്ലി ഒരു സ്പോർട്സ് ആണ്. അത് കുറച്ച് അഡ്വാൻസ് ലെവൽ യോഗ പോസസ് ആണ് ഇതിൽ കുട്ടികൾ ചെയ്യുന്നത്. ഇത് കുറേ കാറ്റഗറി ഉണ്ട്. അതായത് ട്രഡീഷണൽ, ഫസ്റ്റ് നമ്മൾക്ക് ഉണ്ടായിരുന്നത് ട്രഡീഷണൽ കാറ്റഗറി മത്സരമായിരുന്നു. ട്രഡീഷണൽ യോഗാസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 15 സെക്കൻഡാണ് കുട്ടികൾ യോഗ പോസ് ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് അഡ്വാൻസ് ലെവൽ യോഗ പോസസ് ആയിരിക്കുമല്ലോ. ഒരു 5 യോഗ പോസസ് നമ്മൾക്ക് കമ്പൽസറി ആയിട്ട് ചെയ്യണം. പിന്നെ കുറച്ച് ഓപ്ഷണൽസ് തരും. അതിൽ നിന്ന് ഒരു 2 എണ്ണം സെലക്ട് ചെയ്തിട്ട് അതും 15 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിൽക്കണം. അത് കറക്റ്റായിട്ട് 15 സെക്കൻഡ് ആരാണോ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് അവരാണ് അവർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ എടുക്കണം. അപ്പം ഒരുവിധം എല്ലാവരും ഹോൾഡ് ചെയ്ത് നിന്നിരുന്നു. പക്ഷെ ഏറ്റവും നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു പിക്ചർ തന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അവർ ചെയ്യണം. അതാണ് അതിൻ്റെ മെയിൻ. ആ പിക്ചറിൽ എങ്ങനെയാണ് പൊസിഷനിൽ 15 സെക്കൻഡ് മൂവ്മെന്റ് ഇല്ലാതെ സ്മൈൽ ചെയ്ത് നമ്മൾക്ക് ഫേസിൽ ഒരു ടെൻഷനോ അതൊന്നും പാടില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു ഇതാണ് ട്രഡീഷണൽ എന്ന് പറയുന്നത്. 35 പേരെ കൊണ്ടുപോയി 27 പേരെ വിജയിപ്പിച്ചു. അതിന്റെ ഒരു സന്തോഷം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാത്തിനും കൂടിയിട്ടാണ് കിട്ടിയത്. അതായത് ഫസ്റ്റ് ട്രഡീഷണൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ ആർട്ടിസ്റ്റിക് സോളോ എന്ന് പറഞ്ഞാൽ അതിൽ ഡാൻസ് മിക്സ് ചെയ്തിട്ടാണ്. ഒരു 10 പോസസ് അവർ ചെയ്യണം. 5 സെക്കൻഡാണ് ഹോൾഡിങ് വരുന്നത്. അപ്പോൾ ഒരു പോസ് ചെയ്തതിന് ശേഷം സ്റ്റേജിൻ്റെ ഒരു മീറ്റർ ഉണ്ട്. അപ്പോൾ അത് 6x6, 7x7 അങ്ങനെയായിരുന്നു സ്റ്റേജ് ഉണ്ടായിരുന്നത്. അത് ഫുള്ള് കവർ ചെയ്തിട്ടാണ് ഇവർ ഈ ആർട്ടിസ്റ്റിക് സോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മൂവ് ചെയ്ത് അടുത്ത സൈഡിൽ വരാം, സൈഡ് വരാം അങ്ങനെ. അപ്പം അത് 10 പോസ് ഇതിൽ കവർ ചെയ്ത് ഡാൻസ് ചെയ്ത് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു കോച്ച് ഉണ്ടായിരുന്നു, സുധി, ചാലക്കുടിക്കാരനാണ്. സുധിയാണ് ഫുള്ള് ആർട്ടിസ്റ്റിക്സിൻ്റെ ഡാൻസും സിങ്ക്രണൈസേഷനും എല്ലാം ചെയ്തത്. ഞാൻ ജസ്റ്റ് ആ പോസസ് മാത്രം സജസ്റ്റ് ചെയ്തു. ഇതിന്റെ ഒരു ട്രെയിനിങ് എങ്ങനെയായിരുന്നു കുട്ടികൾ? ട്രെയിനിങ് നമ്മൾക്ക് 2 സെന്ററിൽ ആണ് ട്രെയിനിങ് നമ്മൾ ചെയ്തിരുന്നു. ഒന്ന് ഇവിടെ ചെയ്തിരുന്നു, ആർട്ടിസ്റ്റിക്സ് ഒക്കെ ഇവിടെ ചെയ്തിരുന്നു. പിന്നെ ട്രഡീഷണൽ എല്ലാം എക്കോ സാങ്ച്വറി എന്ന് പറഞ്ഞിട്ട് അത് ദുബായിലാണ്. മിസ് അസ്മയാണ് അതിന്റെ ഓണർ. മിസ് അസ്മയും നമ്മളുടെ ടെക്നിക്കൽ ടീമിലുള്ളതാണ്. പങ്കെടുത്തവർ മലയാളീസും പിന്നെ മറ്റ് എല്ലാ രാജ്യക്കാരും ഉണ്ടായിരുന്നു. മലയാളീസ് മാത്രമല്ല, മലയാളീസ് 2-3 പേര് മലയാളീസ് ഉണ്ടായിരുന്നു. ബാക്കി റഷ്യ, ഇറാൻ, അതുമാതിരി തന്നെ ഒരുപാട് കൺട്രീസ്. ഇതിലിപ്പോ ഈ മലയാളികളല്ലാത്ത ആളുകൾ ട്രെയിൻ ചെയ്യിക്കാൻ ബുദ്ധിമുട്ട് കൂടുതലുണ്ടായിരുന്നു എങ്ങനെ? കാരണം എല്ലാവരുടെ ഇതിലും നോർമൽ യോഗയാണ് എല്ലാവർക്കും. ഇപ്പൊ UAE-ലാണെങ്കിൽ ഇത് ഫസ്റ്റ് ടൈം ആണ് എല്ലാ കുട്ടികൾക്കും. അപ്പൊ അവർക്ക് ജസ്റ്റ് യോഗ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ യോഗാസന സ്പോർട്സിലേക്ക് വരുമ്പോൾ അവർക്ക് ഭയങ്കര കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ ആയിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് അത്. ഇന്ത്യയിൽ അത് ഒരുപാട് വർഷമായിട്ടുണ്ട്. നമ്മൾക്കൊക്കെ അത് വളരെ പരിചയമുള്ള ഒരു ഇതായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇന്ത്യൻ സ്റ്റുഡൻസിനാണെങ്കിലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ മറ്റു രാജ്യങ്ങളിലുള്ളവർക്കെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇതിൽ എങ്ങനെയാണ് എന്താണ്. പിന്നെ ഞാൻ കുറെ ഇന്ത്യയിലെ വീഡിയോസൊക്കെ കാണിച്ചൊക്കെ കൊടുത്തപ്പോൾ അവർക്ക് നല്ല ഒരു ഐഡിയ കിട്ടി. നല്ല കോൺഫിഡൻസ് ആയി. പിന്നെ ഇവർക്കൊക്കെ കുറെ പേർക്കൊക്കെ ഈ ജിംനാസ്റ്റിക്സ് ഒക്കെ വളരെ താല്പര്യമുള്ള കുട്ടികളാണ്. അപ്പം ഞാൻ ഒരു ഐഡിയ ഒക്കെ കൊടുത്തു. കുറേയൊക്കെ ജിംനാസ്റ്റിക്സ് പോലെയാണ്. പക്ഷെ ഇത് ജിംനാസ്റ്റിക്സ് ആയാലും സിമിലാരിറ്റി ഉണ്ടെങ്കിലും ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ റോളിങ്, ജമ്പിങ്, പിന്നെ മൂവ്മെന്റ്സ് ആണ്. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മൾ ഒരു പോസ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ഹോൾഡ് ചെയ്ത് നമ്മൾ കുറെ നേരം നിൽക്കണം. എങ്ങനെയായിരുന്നു ഇതിന്റെ റൂള് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾക്ക് 18 കൺട്രീസ് ആണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ 18 കൺട്രീസിൽ ഒരു കൺട്രിയിൽ നിന്ന് ഒരു പാർട്ടിസിപ്പൻ്റ് ഒരു കാറ്റഗറി. ഇപ്പോൾ ട്രഡീഷണലിലാണെങ്കിൽ പല കാറ്റഗറി ഉണ്ട്. സൂപ്പർ സീനിയർ, മാസ്റ്റേഴ്സ്, അങ്ങനെ സബ് ജൂനിയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു സബ് ജൂനിയറിൽ ഒരു കൺട്രിയിൽ നിന്ന് ഒരാൾ വെച്ചിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ 18 കൺട്രീസിൽ നിന്നും പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ മത്സരം വന്നിട്ടുണ്ടായിരുന്നത്. ഇത്ര പേരെ ട്രെയിൻ ചെയ്യിച്ചു. നിബി എങ്ങനെയാണ് യോഗയിലേക്കും ഇതുപോലുള്ള ഒരു സ്പോർട്സ് ഐറ്റത്തിലേക്കും വരുന്നത്? ആക്ച്വലി കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ആർട്സ് ആക്ടിവിറ്റീസിലൊക്കെ ഞാൻ വളരെ ആക്റ്റീവായിട്ട് നടന്ന ഒരാളാണ്. കോളേജിൻ്റെ ആർട്സ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു.
ഞാനൊരു ഏത് കോളേജായിരുന്നു? സെന്റ് ജോസഫ്സ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട. അപ്പോൾ അങ്ങനെയായിരുന്നു കോളേജ് ലൈഫൊക്കെ. പിന്നെ ഇതിലായിരുന്നു എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. പക്ഷേ UAE വരുമ്പോൾ ഫസ്റ്റ് നമുക്കറിയാലോ, ഞാൻ മാരേജ് കഴിഞ്ഞ ഒരു 20 years ബാക്കാണ് ഇവിടെ വന്നത്. അപ്പോൾ മാരേജ് കഴിഞ്ഞ് വന്നപ്പോൾ ഓട്ടോമാറ്റിക് എല്ലാവരും ഹസ്ബൻഡ് കൂടെ നിൽക്കാൻ ജോബിന് പോയി. ഒരു 10 years ഇവിടെ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഒരു സെൻറ്റർ ഓപ്പൺ ചെയ്യാന്നുള്ളൊരു പ്ലാൻ വന്നത്. ഈ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് അറിഞ്ഞത് എങ്ങനെയായിരുന്നു? ഒരു കോച്ചിങ് ഉണ്ട്, അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു. നമ്മൾ UAE സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷനിൽ നിന്ന് മെയിൽ വന്നു. അങ്ങനെ ഞാൻ ചെന്നു. അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. UAE നിന്ന് ഒരു കോച്ചായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പല കൺട്രീസിൽ നിന്നും ഒരു 25 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു നമ്മൾ ഈ കോച്ചിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ UAE നിന്ന് അവർ സെലക്ട് ചെയ്തത് എന്നെയായിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ UAE റെപ്രസെൻറ്റ് ചെയ്തിട്ട് ചെയ്യാം. 6 months ബാക്കായിരുന്നു. അതാണ് ഫസ്റ്റ് യോഗാസന സ്പോർട്സിന്റെ കോച്ച് ആൻഡ് റെഫറി ട്രെയിനിങ് ആയിരുന്നു. അതൊരു കോച്ചിങ് UAE വെച്ചാണ് നടന്നത്. അതിവിടെ നമ്മളുടെ മിനിസ്ട്രിയിൽ വെച്ചിട്ടാണ് നടന്നത്. സ്പോർട്സിന്റെ മിനിസ്ട്രിയിൽ വെച്ചിട്ട് നടന്നു. ഫുജൈറയിലായിരുന്നു മത്സരം അല്ലേ? എത്ര കാറ്റഗറി ആയിട്ടാണ് നടന്നത്? ഇത് ട്രഡീഷണൽ സോളോ, ആർട്ടിസ്റ്റിക് സോളോ, ആർട്ടിസ്റ്റിക് പെയർ, റിതമിക് പെയർ, അങ്ങനെ 4 കാറ്റഗറി, 4 ടൈപ്പ് മത്സരങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. എല്ലാ ഇതിലും UAE പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവർക്കും കിട്ടി. നിബിയുടെ മൊത്തം ടോട്ടൽ ടീം മെമ്പേഴ്സിനെയും കൂടെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം സപ്പോർട്ടും അവരുടെ ഒരു ഹാർഡ് വർക്കും ഒക്കെ? എല്ലാവരും ഒരു ഞാൻ ആയിരുന്നു മെയിൻ കോച്ചായിരുന്നത്, ചീഫ് കോച്ച്. ടെക്നിക്കൽ ടീം ഒരു 6 പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ആ ടീമിൽ തന്നെ നമ്മൾക്ക് 2 മലയാളികളും ഉണ്ടായിരുന്നു. ഒരു ഗീത പാലക്കാടുകാരിയാണ്, പിന്നെ സുധി ചാലക്കുടിയാണ് സുധീയുടെ വീട്. ഇവർ രണ്ടുപേരും മലയാളികൾ തന്നെയാണ്. ഫാമിലി, ഹസ്ബൻഡ് എല്ലാം? ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യണ സുജേഷ് എന്നാണ് പേര്. ഇവിടെ NGAയിൽ വർക്ക് ചെയ്യണ്, അക്കൗണ്ട്സിലാണ്. മകൻ ശ്രേയസ് കൃഷ്ണ, മകൻ കിക്ക് ബോക്സറാണ്, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്. ക്ലാസ്സും എടുക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. 12th പഠിക്കുന്നത്. പിന്നെ യോഗ ബേസ് ഒന്നും ഇല്ല, പക്ഷെ ഇവിടെ ക്ലാസ് എടുത്ത് കണ്ട് ഒരു പരിചയമുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് ആളിങ്ങനെ ഇതിലേക്ക് വരുന്നത്. പക്ഷെ ആൾക്ക് ഗോൾഡ് മെഡൽ കിട്ടി. മോനും പിന്നെ മോൻ്റെ തന്നെ സെയിം ഏജിൽ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ആർട്ടിസ്റ്റിക് പെയർ ചെയ്തു. അവർക്ക് ഗോൾഡ് മെഡൽ കിട്ടി. എന്തായാലും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്.